ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PMEGP എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ്. പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതിയിലൂടെ നമുക്ക് 50 ലക്ഷം രൂപ വരെ ലോൺ നേടിയെടുക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് 35% സബ്സിഡിയും ലഭിക്കുന്നതാണ്. ചില കാറ്റഗറി ബേസിസിൽ ഇതിന് 50% വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട്. ഇതിന് അർബൻ എന്നും റൂറൽ എന്നും രണ്ട് രീതിയിലാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ വിശദവിവരങ്ങൾ ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിലൂടെ 50 ലക്ഷം രൂപ വരെയാണ് ലോൺ നൽകുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഈടോ ജാമ്യമോ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ടൽ വ്യക്തമായി ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു EDP ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. EDP ട്രെയിനിങ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റർപ്രണർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമ്മളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ആണ് ശരിക്ക് ലോണിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. മുമ്പ് ഈ എന്റർപ്രണർ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത് ആർസെറ്റുകളാണ്. നിലവിൽ ഇത് മാറ്റം വരുത്തിയിരിക്കുകയാണ്. മുമ്പ് ഈ ആർസെറ്റുകൾ ഈ ട്രെയിനിങ് നടത്തിയിരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ആർസെറ്റുകൾ എവിടെയാണോ ഈ പ്രോഗ്രാം നടത്തുന്നത് അവിടെ പോയി നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ EDP ട്രെയിനിങ് ടോട്ടലി ഓൺലൈൻ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ട്രെയിനിങ് പൂർണ്ണമായും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയുന്നതാണ്. EDP ഓൺലൈൻ ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്കുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരുപാട് വീഡിയോസ് കാണാൻ കഴിയും. അതിലുള്ള എല്ലാ വീഡിയോസും കണ്ടു തീർക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിലേക്ക് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിൽ നിന്ന് ഒരു ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നതാണ്. നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും മറ്റും നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ ഏത് ബാങ്ക് ആണോ കൊടുക്കുന്നത് ആ ബാങ്കിലേക്കാണ് ഈ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് ബാങ്കിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ബാങ്കിൽ ഓൾറെഡി ഒരു ഇന്ററാക്ഷൻ ഉള്ള കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് മാനേജർക്ക് നമുക്ക് പരിചയമുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നതാണ്. ഇതേപോലെ ഒരു ലോണിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം നിങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം സൈറ്റിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ബാങ്കിന്റെ ശാഖയുമായി ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്കിന്റെ ശാഖയുമായി ബന്ധപ്പെടുക. അവിടെ ചില ഡോക്യുമെന്റേഷൻ പ്രോസസ്സുകളുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഈടോ ജാമ്യമോ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതൊരു ലോൺ ആയതുകൊണ്ട് തന്നെ സിബിൽ സ്കോറും കാര്യങ്ങളും ബാങ്ക് തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ്. സിബിൽ സ്കോറും കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ വളരെ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലോണിന്റെ എലിജിബിലിറ്റി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇത് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നതാണ്. ഇതിന് ലോണിന് വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് വ്യക്തമായ ഒരു ബിസിനസ് പ്ലാനും അതിന്റെ പ്രൊജക്റ്റും നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള DIC സെന്ററുകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. DIC സെന്റർ അല്ലെങ്കിൽ ഖാദി ബോർഡുമായി ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അവിടെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും കാര്യങ്ങളും സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അവിടെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജില്ലാ വ്യവസായ ഓഫീസർ അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസർ ആണ് ഇതിനെ വെരിഫൈ ചെയ്യുക. ഇവർ വെരിഫൈ ചെയ്തിട്ട് ഇവരും ഡയറക്റ്റ് ആയിട്ട് ഈ ബാങ്കിലേക്ക് തന്നെയാണ് കൊടുക്കുക. സോ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഒരു വ്യക്തമായ ഒരു പ്രൊജക്റ്റ് വേണം. ഈ പ്രൊജക്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് ബാങ്കിൽ നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ ജില്ലാ വ്യവസായ ഓഫീസർ അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രോപ്പറായിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവർക്കാവുമ്പോൾ ഈ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്റ്റ് തന്നെ അവർ ഉണ്ടാക്കി തരും. ലോൺ എങ്ങനെയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ പ്രൊജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് ആദ്യത്തെ ഗഡു ഞാൻ ബിൽഡിംഗ് നിർമ്മിക്കാനാണ്, രണ്ടാമത്തെ ഗഡു ഞാൻ മെഷീനറി വാങ്ങാൻ വേണ്ടിയാണ്, മൂന്നാമത്തെ ഗഡു ഇന്നതിനാണ്, അത് കഴിഞ്ഞ് അവസാനം നിങ്ങൾ ബിസിനസ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര തുക എൻ്റെ കയ്യിലേക്ക് കിട്ടണം. ഈ രീതിക്കുള്ളതാണ് ഒരു പ്രൊജക്ട് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊജക്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ആ പ്രൊജക്റ്റിനെ പറ്റി ഒന്ന് വെരിഫൈ ചെയ്യും. അതുപോലെ ഈ തുകകൾ എക്സാക്ട് ആയിട്ട് ഈ പ്രൊജക്റ്റിന് ഇതേപോലെ ആവശ്യമാണോ എന്നും അവർ വെരിഫൈ ചെയ്യുന്നതാണ്. ഇത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് പ്രൊജക്റ്റ് അപ്രൂവൽ നൽകുന്നത്. ഈ അപ്രൂവൽ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ലോൺ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പാസ്സാവും. ഈ തുകയൊന്നും നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ കഴിയുന്നതല്ല. ബിസിനസ്സിന് നമ്മൾ എങ്ങനെയാണോ പ്രൊജക്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ പ്ലാനിങ്ങിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ്
ഗ്രോത്ത് ചെയ്തെടുക്കാൻ കഴിയും. ഈ ഒരു പ്രൊജക്ടിലൂടെ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നതും ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു 10 പേർക്ക് ജോലി കൊടുക്കാൻ കഴിയും. സോ ഒരു 10 പേര് ഇതേപോലെ ബിസിനസ്സുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 100 പേർക്ക് ജോലിയായി. അതുകൊണ്ട് തന്നെ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതാണ് ഈ ബിസിനസ് ഡെവലപ്മെന്റ്സിന്റെ കൂടെയും അതുപോലെ തന്നെ പുതിയ ലോണുകൾ നൽകി പുതിയ ബിസിനസ്സുകൾ ഗ്രോത്ത് ചെയ്യുന്നതിലൂടെയും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആയതുപോലെ തന്നെ ഇത് ഒരു ബിസിനസ്സായി ചെയ്യുന്ന വ്യക്തിക്ക് നല്ലൊരു ലാഭവും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അധികം റിസ്ക് ഇല്ലാതെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലോണാണ്. തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് അതിന്റെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന രീതിക്ക് ബാങ്കിൽ പോയി സംസാരിച്ച് നമുക്ക് ലോൺ എടുക്കാൻ കഴിയുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ DAC അല്ലെങ്കിൽ ഖാദി ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിന്റെ വിശദവിവരം മനസ്സിലാക്കി നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.